എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 22, 23 തീയതികളിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഭൗമദിനം എന്നാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഭൗമദിനം എന്നാണെന്നുള്ളതാണ്. ഭൗമദിനം ഏപ്രിൽ 22-നാണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ മേധാവി ആരാണ്? നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആണ് കേട്ടോ, NSG. അതിന്റെ പുതിയ മേധാവി നളിൻ പ്രഭാത് ആണ്. ആരാണ്? നളിൻ പ്രഭാത്. മൂന്നാമത്തെ ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയുടെ പേരെന്താണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയാണ് ട്രാൻസ് മുദ്ര. ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം 2022 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് കെ-ഫോൺ എന്ന പദ്ധതിക്കാണ്. ഇതിനാണ് കെ-ഫോൺ. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യം? 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. നമ്മുടെ ആറാമത്തെ ചോദ്യം 3 മുതൽ 6 വയസ്സ് വരെയുള്ള അംഗൻവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതി? 3 മുതൽ 6 വയസ്സ് വരെയുള്ള അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതിയാണ് ആദർശശീല. എന്താണ്? ആദർശശീല. നമ്മുടെ ഏഴാമത്തെ ചോദ്യം അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവികാഭ്യാസം? അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവികാഭ്യാസമാണ് പൂർവി ലഹർ. എട്ടാമത്തെ ചോദ്യം കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? ഡി ഗുകേഷ്. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യമാണ് ലോക പുസ്തക ദിനം എന്നാണ്? ലോക പുസ്തക ദിനം ഏപ്രിൽ 23-നാണ്. നമ്മുടെ 10ാമത്തെ ചോദ്യം IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ ബോളർ ആയതാരാണ്? യുസ്വേന്ദ്ര ചഹലാണ്. രാജസ്ഥാൻ റോയൽസിന്റെ പ്ലെയർ ആണ് യുസ്വേന്ദ്ര ചഹൽ. നമ്മുടെ 11ാമത്തെ ചോദ്യം തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്പ്? തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ വോട്ടർ ടേൺഔട്ട് ആപ്പ് ആണ്. നമ്മുടെ 12ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത് അരുണാചൽ പ്രദേശിലാണ്. നമ്മുടെ 13ാമത്തെ ചോദ്യം വേൾഡ് ഫ്യൂച്ചർ ഉച്ചകോടിക്ക് വേദിയായ ഗൾഫ് രാജ്യം? 2024 വേൾഡ് ഫ്യൂച്ചർ ഉച്ചകോടിക്ക് വേദിയായത് അബുദാബിയാണ്. എവിടെയാണ്? അബുദാബി. നമ്മുടെ 14ാമത്തെ ചോദ്യമാണ് ലോക പുസ്തക തലസ്ഥാനം? 2024 ലോക പുസ്തക തലസ്ഥാനം ഏതാണ്? സ്ട്രാസ്ബർഗ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണ്ട ഒരു റൂട്ടർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.